കഥയുടെ തുടക്കത്തിൽ നമ്മൾ കഥാനായികയായിട്ടുള്ള സോണിനെയാണ് കാണിക്കുന്നത്. അവളെ കിടക്കപ്പായിൽ തന്നെ മുത്തശ്ശൻ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്തിനാണെന്ന് വെച്ചാൽ അവൾ ഇതിനകം തന്നെ 99 ബ്ലൈൻഡ് ഡേറ്റാണ് മുടക്കിയത്. അതിനാൽ മുത്തശ്ശൻ അവളെ പുറത്താക്കി. എന്നിട്ട് അവളോട് മുത്തശ്ശൻ്റെ ബാല്യകാല സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകാനായി പറഞ്ഞു. അവിടെ സുഹൃത്തിന് 3 പേരക്കുട്ടികളാണുള്ളത്. മൂവരും വളരെ സുന്ദരും മിടുക്കന്മാരാണ്. മൂത്തയാൾ സാമുവൽ, അവൻ ഗ്രൂപ്പ് കമ്പനിയുടെ CEO ആണ്. രണ്ടാമത്തത് ഒരു സൂപ്പർ സ്റ്റാർ ചിങ്. മൂന്നാമത്തത് സ്പോർട്സിൽ വളരെ മിടുക്കനായ സീനിയർ കോളേജ് വിദ്യാർത്ഥിനി ചിങ്. ഇവരിൽ 3 പേരിൽ ഒരാളെ വിവാഹം കഴിക്കാനായി മുത്തശ്ശൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവൾക്ക് ഇതിനൊട്ടും തന്നെ താല്പര്യമില്ല. പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ട് തന്നെ മുത്തശ്ശൻ അവളുടെ ബാങ്ക് കാർഡ് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഗാർഡ്സിനോട് പറഞ്ഞ് മുത്തശ്ശൻ അവളെ പുറത്തേക്ക് വാതിലടച്ചു. സോ അവൾ ആ നിയൻ കുടുംബത്തിൽ 3 പേർക്കും തന്നെ ഇഷ്ടപ്പെടാത്ത വിധത്തിൽ വേഷമാറിയാകും അവളെത്തുക. ഇവരാണെങ്കിൽ അവളെ കൂട്ടാനായിട്ടായിരിക്കും നിൽക്കുന്നത്. ഇവരും മുത്തശ്ശൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് വിവാഹത്തിന് സമ്മതിച്ചതന്നെ. അപ്പോൾ ചിങ് പറയുന്നുണ്ട്, പെൺകുട്ടി സുന്ദരിയാണെങ്കിൽ ഞാൻ അവളെ സ്വന്തമാക്കുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവൾ വേഗം ഒരു പിച്ചക്കാരിയുടെ കോലത്തിൽ തുണി ബാഗുമായി അവരുടെ കാറിൽ കയറിയത്. വഴി തെറ്റിയതാകുമെന്ന് അവളോട് വേഗം കാറിൽ നിന്ന് ഇറങ്ങാൻ പറയുമ്പോൾ അവളുടെ ഐഡന്റിറ്റി കണ്ടതും ഈ പട്ടിക്കാട്ടിലെ പെണ്ണിനെയാണോ കെട്ടാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ചെങ്ങിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവരെ കൂടുതൽ വെറുപ്പിക്കാനായിട്ട് അവനെ തൊടാനായിട്ട് അവൾ കൈ നീട്ടുമ്പോൾ ഇവന്മാരെ ഹീറോയ്ക്ക് മുന്നിൽ നിർത്തുക. പക്ഷേ ഹീറോയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് ഒരു റിയാക്ഷനും ഇല്ല. അവൻ പറയുന്നത്, ഗ്രാമത്തിലാണ് താമസിക്കുന്നതെങ്കിലും നിങ്ങളുടെ തൊഴിലിലൂടെ നിറം കണ്ടിട്ട് ഗ്രാമത്തിൽ നിന്നുള്ള ആളാണെന്ന് തോന്നുന്നല്ലോ. ഇവളും ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അതോ വീട്ടിൽ ഇതിനകം തന്നെ പുറത്തിറങ്ങാറില്ല, അതുകൊണ്ട് സൺടാൻ ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്നു. ഹീറോ ആണെങ്കിൽ അവിടെ കൈ വിട്ടിട്ടില്ല, ടൈറ്റായിട്ടായിരിക്കും പിടിച്ചിരിക്കുക. നീയൻ മനഃപൂർവ്വം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണോ കൈവിടാത്തതെന്ന് കേട്ടതും ഹീറോ അവളുടെ കൈ അപ്പം തന്നെ തട്ടിമാറ്റി. നിന്റെ മുത്തശ്ശൻ എൻ്റെ മുത്തശ്ശന് ഒരു ഉപകാരം ചെയ്തുകൊണ്ട് നീൽ കുടുംബത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു, അത്ര തന്നെ. പോരാത്തതിന് ഹീറോയ്ക്ക് വേറൊരു പെൺകുട്ടി ഇഷ്ടമാണ്. ആർക്കും അവളെ ഇഷ്ടമല്ലാത്തോണ്ടത്തെ സ്ഥിതിക്ക് അവൾ നിന്നിട്ട് കാര്യമില്ല. സോ അവൾ പോകാനായി നോക്കുമ്പോൾ അനിയൻ പറയുന്നുണ്ട്, മുത്തശ്ശൻ അവളെ കൊണ്ടുവന്നില്ലെങ്കിൽ 3 പേരെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഹീറോ അവളെ പിടിച്ചു വലിച്ച് കാറിൽ കയറ്റി നേരെ വീട്ടിലെത്തുന്നു. വീട് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര അതിശയോക്തിയോടെയാണ് നോക്കിക്കാണുന്നത്. ഈ വീടൊക്കെ 10,000 രൂപയ്ക്ക് അവൾക്ക് വാങ്ങാൻ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പുച്ഛിക്കുകയാണ്. വാസ്തവത്തിൽ അവളുടെ ഫാമിലി വളരെ ദാരിദ്ര്യമാണെന്നും ഗ്രാമത്തിലാണ് താമസിക്കുന്നതെന്നും അവർക്ക് 3 പേർക്കും കരുതാനായിട്ടാണ് ഇങ്ങനൊരു വേഷം കെട്ടിയത്. അവർക്കാർക്കും അറിയില്ലായിരുന്നു അവളും അവരെ പോലെ തന്നെ ഒരു വലിയ കുടുംബത്തിലെ അംഗമാണെന്ന്. അകത്ത് ചെല്ലുമ്പോൾ മുത്തശ്ശൻ അവൾക്ക് ധാരാളം സമ്മാനങ്ങൾ കൊണ്ടാണ് അവളെ സ്വാഗതം ചെയ്യുന്നത്. ഇതെല്ലാം കാണുന്ന നിയാൻ വളരെ ആവേശത്തിലാണ്. കൂടാതെ മുത്തശ്ശൻ നാളെ തൊട്ട് അവളും കമ്പനിയിൽ വരും. മൂവരിലൊരാൾ നിയാനെ കമ്പനിയിൽ കൊണ്ടുപോയി വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നും മുത്തശ്ശൻ പറഞ്ഞതായി കെയർടേക്കർ പറയുന്നു. ഇത് കേട്ടതും എല്ലാവരും ഒന്ന് ഷോക്കായി. അപ്പോൾ അവളോട് ആരോട് കൂടെയാണ് ഓഫീസ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളൊന്ന് ആലോചിച്ച ശേഷം സാമുവലിനെ തിരഞ്ഞെടുത്തു. കാരണം സാമുൽ ഒരു ദേശക്കാരനാണെന്ന് അവൾക്കൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായതുകൊണ്ട് തന്നെ അവനെ തിരഞ്ഞെടുത്തത്. അവനെ പിന്തുടരുകയാണെങ്കിൽ വേഗം അവൾക്ക് അവളുടെ വീട്ടിൽ തന്നെ പോകാം. ഹീറോയുടെ സേവനത്തിന് നന്ദി പറയുമ്പോൾ അവളുടെ തലയിലുണ്ടായി കിരണം വരെ താഴെ വീണു. ഹീറോയ്ക്ക് എന്താണ് ചെയ്യണമെന്ന് ഒരുത്തുമെടുത്തില്ല. അന്ന് രാത്രി അവളുടെ ഫ്രണ്ടിനെ വിളിച്ച് മിണ്ടിക്കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ കുട്ടിക്കാലത്ത് അവളെ ആരോ പിന്തുടരുന്നതായി അവൾക്ക് പേടി സ്വപ്നം കാണുകയാണ്. നല്ല മഴയിലോടുമ്പോൾ താഴെ വീണു. അപ്പോൾ അവളുടെ കയ്യിലുണ്ടായ ഒരു പെട്ടി പൊട്ടിപ്പോയി. അതിലാണെങ്കിൽ ഒരു മാലയുണ്ട്. സാലൺ കുടുംബത്തിൽ ആരെയും എന്നെ ജീവനോടെ വിടരുതെന്ന് അവർ ചർച്ച ചെയ്യുന്നു. ഇപ്പോൾ നിയാൻ പെട്ടെന്ന് ഭയന്ന് എഴുന്നേൽക്കുകയാണ്. പേടിച്ചവൾ ആ ഉറക്കപ്പീച്ചൽ ബാത്റൂമിൽ പോയി തിരിച്ച് റൂമിൽ കിടന്നു. പക്ഷെ അത് അവളുടെ റൂമാകില്ല, സാമുവലിന്റെ റൂമാകും. അവന്റെ മേത്ത് അവളുടെ കൈ കൊള്ളുമ്പോഴാണ് ഹീറോ കണ്ണു തുറക്കുന്നത്. ആരാണെന്ന് അറിയാനായിട്ട് ഒന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹീറോയുടെ ശബ്ദം കേട്ട് നിയാൻ ഉണർന്ന് റൂം മാറിപ്പോയി ക്ഷമിക്കണമെന്ന് പറഞ്ഞു പോകുമ്പോൾ ഹീറോ വിടുന്നില്ല. അവളെ പിടിച്ചു നിർത്താൻ നോക്കി. ഇപ്പോൾ അവൾ നേരത്തെ ഉണ്ടായ കോലത്തിലല്ലോ. പക്ഷെ അത് അവൾ ആണെന്നും ഹീറോയ്ക്ക് മനസ്സിലായില്ല. അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് താഴൊന്ന് ചവിട്ടിയതാണ്. ഹീറോയുടെ പാൻറ്റാകും ഓടിപ്പോയത്. ഈ ഒരു അവസരത്തിൽ അവൾ അവളുടെ മുഖം പൊത്തി ഓടിപ്പോവുകയാണ്. പിറ്റേന്ന് രാവിലെ അവൾ എഴുന്നേറ്റ് വരുമ്പോൾ ന്യൂസിൽ അവൾ സ്വപ്നത്തിൽ കണ്ട അതേ മാലയിട്ട് ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കാണുന്നു. അവൾ ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് അറിയുന്നത് മെങ്ങാണെന്നും ജിയൻ കുടുംബത്തിലെ മകളാണെന്നും. എൻ്റെ സഹോദരൻ്റെ അവളാണ് ഹീറോയുടെ എക്സ് കാമുകി ചെങ്ങ് വെളിപ്പെടുത്തുമ്പോൾ പക്ഷെ അവൾക്കത് ആരാണെങ്കിലും കുഴപ്പമില്ല. എന്തിനാണ് ആ മാല അവിടെ കഴുത്തിൽ വന്നത് എന്നാണ് കൺഫ്യൂഷൻ. ശേഷം അവൾ ഫുഡ് കഴിക്കാനായി ഇരുന്നതും ഇന്നലെ രാത്രി സാമുൻ്റെ മുറിയിൽ നിന്ന് ഒരു പെണ്ണിൻ്റെ സൗണ്ട് കേട്ടത്രേ. ഇനി അത് അവളാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്കൊരു വാർണിംഗ് ആയിട്ട് ചേട്ടൻ്റെ റൂമിൽ കയറിയാൽ ചേട്ടൻ കൗൺസിലിന് വിടേണ്ടി വരുമെന്ന് പറഞ്ഞ് ഹീറോയെ കളിയാക്കുമ്പോൾ ഹീറോ മിണ്ടാതിരിക്കാനായി പറഞ്ഞ് അവൻ ഓഫീസിലേക്കും പോയി. പിന്നാലെ ഹീറോയിനും പോയി.
അങ്ങനെ ഓഫീസിലെത്തിയതും ഇന്നലെ രാത്രി മുറി കയറിയ പെൺകുട്ടി അവളാണെന്നുള്ളത് ഹീറോയ്ക്ക് നല്ലോണം അറിയാം. അവളാണെന്ന് അവൻ പറയാനായി വരുന്നത് അവൾക്ക് മനസ്സിലായെങ്കിലും അതറിയാതെ പോലെയാണ് ഇവൾ നടിച്ചത്. സോ ഹീറോ അവളുടെ ഈ നാടകം എവിടം വരെ പോകുമെന്ന് നോക്കാമെന്ന് മനസ്സിൽ പറഞ്ഞ് നിയാനോട് ഒരു ജോലി വിശദീകരിച്ച് കൊടുക്കാനായിട്ട് ഹീറോയുടെ അസിസ്റ്റന്റിനോട് ആവശ്യപ്പെട്ടു. അവൾക്കൊരു പണി കൊടുക്കാൻ വേണ്ടി തന്നെ ഹീറോ ഏൽപ്പിച്ച ജോലി ക്ലീൻ ജോലിയായിരിക്കും. കൂടാതെ ഓഫീസിലെ ഒട്ടുമിക്ക ജോലികൾ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. പോരാത്തേന് അവളെയൊക്കെ കാണുമ്പോൾ ചില ജീവനക്കാർ അവളെ പുച്ഛത്തോടെയാണ് കാണുന്നത്. അവളെത്ര മോശ രൂപമാണെന്ന് പറഞ്ഞ് കളിയാക്കി. അതിനു പുറമെ അവളെ ആൻറ്റിന്ന് വിളിച്ചു. അപ്പോൾ അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോഴാണ് പിന്നീട് അവൾക്ക് ആ മാലയെക്കുറിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. സോ അവൾ അവിടെ തന്നെ തുടരാൻ തീരുമാനിക്കുന്നു. സാമുവലിന്റെ മുൻ കാമുകിയുടെ മാല എന്തുകൊണ്ടാണ് അവിടെ സ്വപ്നത്തിൽ വന്നെന്ന് അവൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതിനെക്കുറിച്ച് ലാപ്പിൽ സെർച്ച് ചെയ്ത് നോക്കി. ഇങ്ങനെ ഇരിക്കുമ്പോഴാകും ഒരു ലേഡി ക്ലീനിങ് ബക്കറ്റ് തട്ടി താഴെ വീഴുന്നത്. വീണേന്റെ ദേഷ്യത്തിൽ നിയാനൊരു അടിയും കൊടുത്തു. ഇവളും വിട്ടുകൊടുക്കുമോ? ആ ലേഡിയുടെ കൈ തിരിച്ച് പ്രശ്നമുണ്ടാക്കുകയാണ്. അപ്പോഴേക്ക് സാമുവൽ എത്തുകയും നിയാൻ പെൺകുട്ടിയെ അടിക്കുന്നത് കാണുകയും ചെയ്യുന്നു. ഹീറോയെ കണ്ടതും ആ ലേഡി ചെന്ന് അവളുടെ പരാതി പറയുകയാണ്. വിലപ്പെട്ട എല്ലാ രേഖകളും നശിപ്പിച്ചു. അതിന് പുറമെ അവൻ എന്നെ അടിക്കുകയും ചെയ്തെന്ന് പറയുമ്പോൾ ആദ്യം അവൾ എന്നെ അടിച്ചുകൊണ്ടാണ് തിരിച്ചടി കൊടുത്തതെന്ന് നിയാൻ പറയുന്നു. കലിക്കേറിയ ഹീറോ അവൾ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. പോകുമ്പോൾ കൂട്ടത്തിൽ കിട്ടിയ ഫയൽ എടുത്തിട്ടാകും നിയാൻ പോയത്. സാമുവൽ പതുക്കെ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈയൊക്കെ പിടിക്കുമ്പോൾ, നീ ഗ്രാമത്തിലാണ് താമസിക്കുന്നെങ്കിലും എവിടെ നിന്നാണ് നീ ഇത്രയും നന്നായി പോരാടാൻ പഠിച്ചത്? അവൾ പോരാട്ട ചാമ്പ്യനാണ് അത്രേ. ചെറുപ്പത്തിൽ അവൾ മറ്റുള്ളവരുമായി വഴക്കിടുമായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ പോരാട്ട വൈവിധ്യം ഇത്ര മികച്ചായതെന്ന് കള്ളം പറയുമ്പോൾ അത് ഹീറോട്ട് വിശ്വസിക്കുന്നില്ല. അവളുടെ വാപ്പിടിച്ച് വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ അവൾക്ക് നല്ല വേദന വന്ന് അവൻ്റെ കൈ തട്ടി മാറ്റി. അപ്പോഴാണ് അവളുടെ കയ്യിൽ ആ ഫയൽ കാണുന്നത്. ആ ഫയൽ വാങ്ങി അവൻ്റെ മേശപ്പുറത്ത് വെച്ചു. എന്നാലും അവളുടെ നോട്ടം ആ ഫയൽ തന്നെയാണ്. കാരണം ആ ഫയലിൽ ആ മാലയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് അവളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട വിവരമായിരുന്നു. അതിനാൽ എന്ത് വില കൊടുത്തും ആ ഫയൽ കൈക്കലാക്കാൻ മേശപ്പുറത്ത് കയറി അവളെ പുറത്താക്കിയാൽ മുത്തശ്ശൻ അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് ഹീറോയുടെ അടുത്ത് വന്നു. പക്ഷേ ഹീറോ അവളെ പുറത്താക്കുന്നില്ല. പകരം അവളെ ഒരു സെക്യൂരിറ്റി ഗാർഡ് പ്ലേസിലേക്ക് നിയമിക്കുകയാണ്. സെക്യൂരിറ്റി ഗാർഡിന്റെ ജോലി കേട്ടപ്പോൾ ആദ്യം അവളുടെ റിയൽ ഐഡന്റിറ്റി പറയാൻ വന്നെങ്കിലും പിന്നീടാണ് അവൾ ഓർമ്മ വന്നത്. ഇനി മുതൽ ഞാനൊരു സെക്യൂരിറ്റി ഗാർഡ് ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോയി. ശേഷം ഞാൻ ഒരു സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുകയായിരിക്കും. അപ്പോൾ അവളുടെ സുഹൃത്തായ ഹാൻ സാലൂൺ കുടുംബത്തെക്കുറിച്ച് പറയുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ 10 വർഷം മുന്നേ മരിച്ചുപോയി. പക്ഷെ ആ കുടുംബത്തിൽ മറ്റാരുമില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ബാക്കി ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. അവിടെ ഹാൻ ഒരാളുമായി റേസിംഗ് മത്സരം നടത്തുകയാണ്. അവളോട് വരുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ കുറയ്ക്കാനായിട്ട് അവളും ബൈക്ക് എടുത്ത് വരാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ എത്തുമ്പോഴാകും അവർക്കൊപ്പം മത്സരിക്കാൻ നിൽക്കുന്നത് ഹീറോയും അനിയൻ ചെങ്ങുമൊക്കെയാണ്. പക്ഷേ നിയാൻ അതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടായിരുന്നില്ല. ഹീറോയെ കാണുമ്പോഴാണ് അവൾ കാണാതിരിക്കാനായിട്ട് ഹെൽമെറ്റ് മൂടി. പക്ഷെ അനിയൻ വെറുതെ വിടോ ആരാണെന്ന് അറിയാനായിട്ട് ഹെൽമെറ്റ് പൊക്കുമ്പോൾ അവളുടെ ഫ്രണ്ട് സമ്മതിച്ചില്ല. അവൾക്കൊപ്പം റേസിംഗ് ചെയ്ത് മത്സരം പന്തയം വയ്ക്കുകയാണ്. ഹീറോയ്ക്ക് സമ്മതം. അങ്ങനെ ഹീറോയും നിയാനും കൂടി മത്സരം ആരംഭിച്ചു. രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം തന്നെയാകും. എന്നാൽ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഹീറോയുടെ ബൈക്കിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് ഹീറോ ബൈക്കിന് വീണു. ഹീറോയ്ക്ക് ബോധം പോകുന്നതിന് മുന്നേ അവൾക്ക് ബൈക്ക് റേസിംഗ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കണ്ടിട്ടാകും ബോധം പോയത്. ഇവളും ബൈക്ക് നിർത്തി അടുത്തേക്ക് വരുമ്പോൾ ആരോ വരുന്ന സൗണ്ട് കേട്ടതിന് മാറി നിൽക്കുകയാണ്. പക്ഷേ ഇതെല്ലാം ആരും മറിഞ്ഞിരുന്ന് കാണുന്നുണ്ടായി. അത് മറ്റാരുമാകില്ല, ഹീറോയുടെ രണ്ടാമത്തെ അനിയൻ ചിങ്ങായിരിക്കും. ശേഷം ഹീറോയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അവളാണെങ്കിൽ വീണ്ടും വേഷക്കന്മാരിട്ടാണ് വന്നത്. പക്ഷെ അനിയന്മാർ പറയുന്നത് ആരോ പണി പറ്റിച്ചതാണത്രേ. പക്ഷെ അവളെ മാത്രം കണ്ടില്ല. അവളായിരിക്കും ഈ ചതി ചെയ്തെന്ന് കരുതി അവളെങ്ങാനും കയ്യിൽ കിട്ടിയാൽ അത് അവളുടെ അവസാനമാകും എന്ന് അനിയൻ പറയുന്നു. ഇത് കേട്ട് അവൾ ചിന്തിക്കുന്നത്, അതിന് ഞാൻ എന്ത് ചെയ്തു? അവനോടൊപ്പം മത്സരിച്ചു എന്നല്ലാതെ ഒന്നും ചെയ്തില്ലല്ലോ. അപ്പോഴേക്ക് ഡോക്ടർ എത്തി എല്ലാവരോടും മിസ്റ്റർ സാമുവലിനെ അവസാനമായി ഒരു തവണ സംസാരിക്കാനായിട്ട് പറയുന്നു. എല്ലാവരും പരിഭ്രാന്തായി. ഹീറോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പേടിച്ചു പോയി. അവളോട് റിവെഞ്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചെങ്ങ് കരയുന്നു. അതിന് ഹീറോയ്ക്കൊന്നും പറ്റിയിട്ടില്ല. തലയ്ക്ക് പരിക്കുള്ളൂ. കുറച്ച് ദിവസം ആശുപത്രിയിൽ കഴിയേണ്ടി വരും. ആ സമയത്ത് ഹീറോയെ ആർക്കും കാണാൻ കഴിയില്ല. അതിനാലാണ് ഡോക്ടർ അവസാനമായി ഒരിക്കൽ കൂടി കാണാനായി പറഞ്ഞത്. പക്ഷെ അവർ ഉദ്ദേശിച്ചത് മാറിപ്പോയെന്നുള്ളൂ. എന്നാൽ അതുവരെ ഹീറോയ്ക്കൊപ്പം നിയാൻ നിൽക്കണം എന്നാണ് മുത്തശ്ശൻ പറഞ്ഞത്രേ. വേറൊന്നുമല്ല, അവർക്കിടയിൽ ഒരു ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതും കൂടി കേട്ടപ്പോൾ ഹീറോയുടെ ഉള്ളം ബോധം പോയി. അങ്ങനെ പിറ്റേ ദിവസം അവളാകും ഹീറോയിനെ നോക്കുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് വന്ന് ഹീറോയ്ക്കൊപ്പം റേസിംഗ് നടത്തിയ ലേഡിയെക്കുറിച്ച് പറയാൻ വന്നെങ്കിലും അവളുള്ളത് കൊണ്ട് ഹീറോ അവളെ മാറ്റാൻ കുറച്ച് വെള്ളം കുടിക്കാനായി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. പക്ഷെ അവൾ പോകില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവനെ മോശമായിട്ടാണ് നോക്കുന്നതെന്ന് മുത്തശ്ശനോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവൾ പോയി. അവൾ പോയപ്പോഴാണ് റേസിംഗിൽ ആ ലേഡിയെക്കുറിച്ച് അസിസ്റ്റന്റ് പറയുന്നത്. ആ ദിവസത്തെ എല്ലാ CCTV ഫൂട്ടേജും ഇല്ലാതാക്കിയെന്നും ആരാണ് അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും ഇപ്പോഴും അജ്ഞാതമാണ്.
പിന്നെ കൂടെ ഉണ്ടായാലും മിസ്സിംഗ് ആണ്. ഹീറോയും അന്വേഷിക്കുന്നത് നിർത്തണ്ട. ഇതാദ്യമായിട്ടാണ് ഹീറോ ഒരു പെണ്ണിനെ കുറിച്ച് ഇത്രയും ആഴത്തിൽ ചിന്തിക്കുന്നത്. ഇതൊക്കെ കേട്ട് ഞാൻ അവനോട് ഒട്ടും തന്നെ താല്പര്യമില്ലെന്ന് പറയുന്നു. ഇവളും അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരു പഴംതൊലി ചവിട്ടി ഹീറോയുടെ മേൽ വീണ് മാത്രമല്ല അറിയാതെ അവനെ കിസ് ചെയ്തു. എന്നാൽ ഈ രംഗം കണ്ട് ആകും അവിടേക്ക് ഹീറോയുടെ മുത്തശ്ശൻ വരുന്നത്. ഉടനെ മുത്തശ്ശൻ നിയാന്റെ മുത്തശ്ശനെ വിളിച്ച് ചെറുക്കനൊരു മണ്ടത്തരം കാണിച്ചെന്ന് പറഞ്ഞ് നടന്ന എല്ലാ കാര്യം വിളമ്പി. ഇവരും അതൊരു ആക്സിഡന്റിന് പറ്റിപ്പോയതാണ്, അല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുമെങ്കിലും മുത്തശ്ശൻ വിശ്വസിക്കുന്നില്ല. രണ്ടുപേരും ചെയ്യുന്നത് ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാ. അവളെ വിവാഹം കഴിക്കാനായിട്ട് ഹീറോയോട് ആവശ്യപ്പെടുന്നു. അവർ ആരും സമ്മതിക്കുന്നില്ല. അതിനാൽ സ്വയം മരിക്കുമെന്ന് പറഞ്ഞ് അവർക്ക് മുന്നിൽ മുത്തശ്ശൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോയപ്പോൾ നിയാൻ മുത്തശ്ശനെ തടഞ്ഞ് മുത്തശ്ശന് പ്രായമായി വരികയാണ്. മുകളിൽ നിന്ന് എപ്പോൾ കോൾ വരുമെന്ന് അറിയില്ല. തൽക്കാലത്തേക്ക് എൻഗേജ്മെന്റ് നടത്താമെന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ ഹീറോയും അവളൊന്ന് ഞെട്ടി. രണ്ടുപേരും സമ്മതിച്ചില്ല. അപ്പോഴും മുത്തശ്ശന് 3 പേരക്കുട്ടികളിൽ ഒരാൾ നീ വിവാഹം കഴിക്കണം. പക്ഷെ ഇപ്പോൾ സാമുൽ നിയാനും വിവാഹം കഴിക്കണം. എന്നിട്ട് നാളെ തന്നെ എൻഗേജ്മെന്റ് അനൗൺസ്മെന്റ് ചെയ്ത് അവളെ കൂട്ടിക്കൊണ്ടുപോയി. ഹീറോയ്ക്ക് അവളെ ഇഷ്ടമല്ലെങ്കിലും പോലും ഹീറോ അവസാനം സമ്മതിക്കേണ്ടി വരികയാണ്. റൂമിലെത്തിയ നിയാൻ എങ്ങനെ എൻഗേജ്മെന്റ് നിർത്തുമെന്ന് ആലോചിച്ച് ഒരു എത്തും പിടുത്തുമില്ല. എന്തെങ്കിലും വരട്ടെ എന്ന് കരുതി ബാഗ് എടുത്ത് വാതിൽ തുറന്നപ്പോൾ ഹീറോ അത് വീൽചെയറിലിരുന്ന് അവൾക്ക് 30 ലക്ഷത്തിന്റെ ചെക്ക് കൊടുത്ത് മുത്തശ്ശനെ നിർബന്ധിച്ച് ആ നിശ്ചയം കൊളമാക്കാനായി നിയാനോട് ചോദിച്ചു. ഹീറോയ്ക്ക് ഇത് ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. പക്ഷേ ഇവൾ പണത്തിന് വേണ്ടി എന്തു ചെയ്യും എന്നാണ് ഹീറോ കരുതിയത് എന്ന് പറയുമ്പോൾ ദേഷ്യം വന്ന നിയാൻ ആ ചെക്ക് കീറി അവനെ അവിടെ നിന്ന് പുറത്താക്കി. ഹീറോയും ഇരട്ടി ക്യാഷ് ഓഫർ ചെയ്തു. പക്ഷെ ഇപ്പോൾ അവൾക്ക് 800 മില്യൺ വേണമെന്നാണ് പറയുന്നത്. ഇത് കേട്ട് ഹീറോ അത്ഭുതപ്പെട്ടു. എന്നാൽ ഇതൊക്കെ കേട്ട് വന്ന മുത്തശ്ശൻ വിഷമിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് 800 മില്യൺ നൽകാൻ തയ്യാറാണ്. മറിച്ച് അവൾ പോവുകയാണെങ്കിൽ കൂടെ മുത്തശ്ശനും അവൾക്കൊപ്പം കൂടെ വരുമെന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ അവൾ പോണില്ലെന്ന് ഉറപ്പ് നൽകി. ഹീറോയും ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ വേണ്ടി തന്നെ മുത്തശ്ശൻ സെന്റിമെന്റ്സ് ഇറക്കി. വളർത്തിന്റെ ദോഷമാകാമെന്ന് സങ്കടപ്പെടുമ്പോൾ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് തന്നെ ഹീറോ നിയാനെ കല്യാണം കഴിക്കാനായിട്ട് സമ്മതിക്കുകയാണ്. മുത്തശ്ശന് അതിയായ സന്തോഷമാവുകയും അവർക്ക് കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് മുത്തശ്ശൻ മാറിക്കൊടുത്തു. ഇവളും ഹീറോയോട് എൻ്റെ 800 മില്യൺ നൽകാൻ മറക്കരുതെന്ന് പറഞ്ഞ് അവനെ റൂമിൽ നിന്ന് പുറത്താക്കി. ഇവന് കരുതും അല്ല വിവാഹം മുടക്കിയില്ലല്ലോ, പിന്നെന്തിനാണ് ഇവൾക്ക് 800 മില്യൺ. അപ്പോഴാണ് ഹീറോയ്ക്ക് മെങ്ങിൽ നിന്ന് ഒരു മെസ്സേജ് ലഭിക്കുന്നത്. അവൾ ചൈനയിൽ തിരിച്ചെത്തിയെന്നും അവനെ കാണാൻ വരുമെന്ന് പറയുന്നു. അങ്ങനെ എൻഗേജ്മെന്റ് പാർട്ടി എത്തുന്നു. മുത്തശ്ശൻ എല്ലാവർക്കും മുന്നിൽ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹീറോയെ കണ്ടനിയന്മാർ ചേർന്ന് ചീത്ത പറയുകയാണ്. എന്തിനാണ് ആ വീഡിയോ കെട്ടുന്നത്? എന്നാൽ ഹീറോ തന്നെ ഒന്നും മിണ്ടില്ല. കാരണം നിയൻ കുടുംബത്തിന്റെ അവകാശിയാകണമെങ്കിൽ അവൻ മുത്തശ്ശൻ പറയുന്നത് കേൾക്കണം. അപ്പോഴാണ് അവിടേക്ക് മെങ്ങ് വരുന്നത്. അപ്പോഴാണ് നിയൻ അവിടെ കഴുത്തിലെ മാല ശ്രദ്ധിക്കുന്നത്. മെങ്ങ് വന്ന് സീൻ കുടുംബത്തിലെ യഥാർത്ഥ മകളിൽ നിന്നും റിയൽ ആയിട്ടുള്ള നിയാനെ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഇവളിവിടെ വന്നെന്ന് പറഞ്ഞ് നിയാനെ പോലുള്ള ഒരുത്തിനെ കൊണ്ടുവരുന്നു. ഓൾറെഡി ആർക്കും നിയാനെ ഒട്ടും ഇഷ്ടമല്ല. ഇതും കൂടി ആയപ്പോൾ എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി. ക്യാഷിന്റെ അത്യാർത്ഥിയാണെന്ന് പറയുന്നു. നിയാന്റെ ഡ്യൂപ്പ് ലേഡിയാണ് ഈ റിയൽ ആയിട്ടുള്ള നിയാൻ. ഒറിജിനൽ നിയാൻ സെക്യൂരിറ്റി ഗാർഡിന്റെ മകളാണെന്ന് പറഞ്ഞു പ്രൂഫ് കാണിച്ചു. അവളോട് ഇവിടുന്ന് മാറി പോകാനായിട്ട് പറഞ്ഞു വടിയെടുത്ത് അവളെ അടിക്കാനായി പോകുമ്പോൾ ഇവൾ നേരെ വീഴുന്നത് ഹീറോയുടെ മടിയിലാകും. ശേഷം എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി പുറത്താക്കാൻ നോക്കുമ്പോഴാണ് കറക്റ്റ് ടൈമിൽ നിയാന്റെ മുത്തശ്ശന്റെ സെക്രട്ടറി എത്തി നിയാന്റെ അടുത്തേക്ക് വരുന്നത്. ഇവളും ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് എന്നല്ലേ പറഞ്ഞത്. സോ സെക്രട്ടറിയെ മാറ്റി വേഗം അത് അവളുടെ അങ്കിളാക്കുകയും ആ വന്നിരിക്കുന്ന ഗാർഡ്സ് അവിടെ കസിനാണെന്ന് പരിചയപ്പെടുത്തുന്നു. അപ്പോഴാണ് താഴെ നിന്ന് അവളുടെ ഒരു മറുക് കിട്ടുന്നത്. ഇതെല്ലാം ഇത് ഇവളുടെ മേക്കപ്പ് ആണെന്ന് പറഞ്ഞ് മെങ് അവളുടെ മേക്കപ്പ് റിമൂവ് എടുത്ത് അവളുടെ മുഖത്തെല്ലാം മേക്കപ്പ് ഒക്കെ തുടച്ചു കളഞ്ഞു. പക്ഷെ അപ്പോഴും അവളുടെ മുഖത്തിന് യാതൊരു വിധ മാറ്റില്ല. ദേഷ്യമെന്ന മെങ് അവിടെ ഉണ്ടായ വെള്ളം എടുത്ത് അവളുടെ മുഖത്തെ എറിയാനായി നോക്കുമ്പോൾ ഹീറോ അത് തടക്കുകയാണ്. എന്നിട്ട് സാമുവൽ വേറെ പ്രശ്നമുണ്ടാക്കാതിരിക്കാനായിട്ട് മെങ്ങിനോട് അവിടെ നിന്ന് പോകാനായി പറഞ്ഞു. മെങ് ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. 3 വർഷം മുമ്പ് അവർ ഇഷ്ടത്തിലായിരുന്നു. ഒരിക്കൽ യാത്രയ്ക്കിടെ ഹീറോയ്ക്കൊരു അപകടം സംഭവിച്ച് നടക്കാതെ ആയപ്പോൾ മെങ് ഹീറോയെ ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോയി. അതിനൊക്കെ ക്ഷമ ചോദിക്കുമ്പോൾ നിയാന്റെ ഭാവി ഭർത്താവിൽ നിന്ന് അകന്നിൽക്കാനായിട്ട് അവൾ പറയുന്നു. മെങ് പോകുമ്പോൾ നിയാൻ വിട്ടില്ല. അവന്റെ കാലിൽ വീണ് ക്ഷമ പറയാനായിട്ട് പറഞ്ഞു. എന്നാൽ പെട്ടെന്നാകും നിയാന്റെ ബോധം പോയത്. ശേഷം ചെക്ക് ചെയ്ത ഡോക്ടർ വർഷങ്ങളായി തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ മുത്തശ്ശനൊരു ഡൗട്ട്, നിയൽ കുടുംബത്തിൽ വന്ന മുതൽ ആരെങ്കിലും അവളെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അന്വേഷിക്കാനായി പറഞ്ഞ് മുത്തശ്ശൻ പോയി. ഹീറോ അവളെ നോക്കിയിരിക്കുമ്പോൾ ബോധം പോയിട്ട് പോലും അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. സോ അവൻ പുറത്തേക്ക് വരുമ്പോൾ നിയാന്റെ സാധനങ്ങളൊക്കെ സെർവന്റ് മുത്തശ്ശൻ പറഞ്ഞ പ്രകാരം ഹീറോയുടെ റൂമിൽ കൊണ്ടുവയ്ക്കുന്നു. ഇത് കണ്ട് ഹീറോ തടയുമ്പോഴാണ് ബൈക്ക് റേസിംഗിൽ ഇട്ടിരുന്ന അവിടെ ഗ്ലൗസ് കിട്ടുന്നത്. അന്ന് റേസിംഗ് നടത്തിയ പെൺകുട്ടി ഇതേ ഗ്ലൗസ് ആയിരിക്കും ഇട്ടത്. ഇവിടെ നിയാന്റെ കുട്ടിക്കാലത്ത് കുറച്ച് പേര് അവളെ വലിച്ചു കൊണ്ടുവന്ന് അവളോട് ദേഷ്യപ്പെടുകയും അവരുടെ കുടുംബത്തിൽ നിന്ന് അവർക്ക് നഷ്ടമായ പണം ആവശ്യപ്പെട്ടുകൊണ്ട് സ്വപ്നം കാണുന്നു. പേടിച്ചവൾ ഉണരുമ്പോൾ ഹാനി വിളിക്കുകയാണ്.
നീൽ കുടുംബം സഹകരിക്കാൻ പോകുന്നെന്നും വിവരം ലഭിച്ചതായി പറയുന്നു. എന്നാൽ ഒരു ദിവസം സ്ലോൺ കുടുംബം നീൽ ഫാമിലിയുമായി നിയമവിരുദ്ധമായി പണയിടപാട് നടത്തിയതിനാൽ സ്ലോൺ കുടുംബം പെട്ടെന്നൊരു രാത്രി കൊണ്ട് പാപ്പരായി. അവർ തന്നെ ജീവിതം അവസാനിപ്പിച്ചു. അവരുടെ ഏക മകൾ യോനി സ്ലോൺ അന്നു മുതൽ കാണാതായി. ഒടുവിൽ അവരുടെ എല്ലാ സ്വത്തുക്കളും മോളിന ലൈൻ്റെ ഫാമിലി സ്വന്തമാക്കി. അതിൽ നീൽ ഫാമിലിയും, അതായത് ഹീറോയുടെ ഫാമിലിയും മെങ്ങിന്റെ ഫാമിലിയും ഒത്തുചേർന്നു. ഇതിപ്പോൾ ചോദിക്കാനുള്ള കാരണം ഹാൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഹീറോ റൂമിലേക്ക് വന്ന് അവരുടെ ഗ്ലൗസ് കാണിച്ച് അവൾക്ക് ബൈക്ക് ഓടിക്കാൻ അറിയുമോ എന്ന് ചോദിച്ചു. അവളും ഗ്രാമത്തിൽ ട്രക്കർ ഒക്കെ ഓടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പെട്ടെന്ന് ഹീറോ അവന്റെ വസ്ത്രങ്ങൾ അടിക്കാൻ തുടങ്ങുമ്പോൾ നിയാൻ പേടിച്ച് പറഞ്ഞു, അല്ല നിനക്ക് നിന്റെ റൂമിൽ പോയി മാറിയാൽ പോരെ. ഹീറോ പറയുമ്പോഴാണ് അവൾ ഇപ്പോഴുള്ളത് അവന്റെ റൂമിലാണെന്ന്. ഇത് മുത്തശ്ശന്റെ തീരുമാനമാകും. അപ്പോഴാണ് നിയാൻ കാണുന്നത് ഹീറോ 3 വർഷം മുമ്പ് ഹീറോയുടെ ഒരു റേസിംഗ് മത്സര പങ്കെടുത്തിൽ കുറേ വാങ്ങിക്കൂട്ടിയ ട്രോഫി. ശേഷം ഉറങ്ങാനായി പോകുമെങ്കിലും ഹീറോ അവളെ കട്ടിൽ കിടത്തില്ല. അവളോട് താഴെ കിടക്കാനായിരിക്കും പറയുക. പിറ്റേന്ന് രാവിലെ വേലക്കാരികൾ ഇന്നലെ രാത്രി ഹീറോയുടെ മുറിയിൽ നിന്ന് നിലവിളി വന്നിരുന്നെന്ന് പറഞ്ഞ് ചർച്ച വിഷയമാവുകയാണ്. ഇത് കേൾക്കുന്ന മുത്തശ്ശനും അവർ ഒന്നിച്ചതിന് സന്തോഷത്തിൽ എല്ലാ ജീവനക്കാർക്കും ഇരട്ടി ബോണസ് ആയിരിക്കും നൽകുക. ശേഷം ഹീറോ ഫുഡൊക്കെ കഴിക്കാൻ വന്നപ്പോൾ മുത്തശ്ശൻ ഹീറോയ്ക്ക് നീൽ കുടുംബത്തിൻ്റെ സ്വത്തിൻ്റെ 10% നിയാൻ്റെ പേരിൽ കൈമാറ്റം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ മറ്റനിയന്മാർ എന്തിനാണ് പുറത്തുള്ള ഒരാൾക്ക് ഷെയർ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തു. എന്നിരുന്നാലും അവൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അവൾക്ക് എന്തെങ്കിലും തരാൻ ആത്മാർത്ഥമായി താല്പര്യമുണ്ടെങ്കിൽ അത് മിസ്സസ് സാമുവലിൻ്റെ സെക്രട്ടറി ആകണം എന്നാണ് അവൾ പറയുന്നത്. കാരണം അവൾ നാട്ടിൻ പുറത്ത് നിന്നാണ് വരുന്നത്. തന്നെ പോലെ ഒരാൾക്ക് അതൊന്നും കൈകാര്യം ചെയ്യാൻ അറിയില്ല. പക്ഷെ കൂടുതൽ പഠിക്കാനായി കമ്പനിയിൽ പോകാനാണ് അവൾക്ക് ആഗ്രഹം. അതിന് മുത്തശ്ശൻ സമ്മതിക്കുകയാണ്. അവളിപ്പോൾ ഹീറോയുടെ സെക്രട്ടറി ആണല്ലോ. ഓഫീസിലെത്തുമ്പോൾ ഹീറോ മനഃപൂർവ്വം അവൾക്ക് ധാരാളം ഫയലുകൾ ഒരു സെക്രട്ടറി ആയാൽ ആദ്യം പഠിക്കേണ്ടത് പ്രമാണങ്ങളാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. സത്യത്തിൽ അവൾക്ക് സാലൻ ഫാമിലിയെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഹീറോയുടെ സെക്രട്ടറി ആയത്. പക്ഷേ ഇത്രയും ഫയൽ കാണുമ്പോൾ നല്ല ദേഷ്യമാണ് വരുന്നത്. എന്നിരുന്നാലും ചിരിച്ച മുഖത്തോടെയാണ് അവൾ അവിടെ ഇരുന്നത്. അങ്ങനെ ഫയലൊക്കെ നോക്കി ഇരുന്നിവൾ ആകെ ക്ഷീണിച്ച് ഉറക്കമാകുമ്പോൾ സ്വപ്നത്തിൽ ഹീറോ അവിടെ കാലൊക്കെ തടവി കൊടുക്കുന്നതാവും കാണുക. പെട്ടെന്നായിരിക്കും ഹീറോ തട്ടി വിളിച്ച് അവൾ ഉണർത്തുന്നത്. ബിസിനസ് ആവശ്യത്തിനായിട്ട് മെങ്ങിന്റെ ഫാമിലിയിൽ പോവുകയാണെന്ന് പറഞ്ഞു. അതിനാൽ അവൻ അവളോട് അവളുടെ ജോലി എത്ര വേഗം പൂർത്തിയാക്കാനായിട്ട് പറയുന്നു. അപ്പോഴാണ് ഇന്നലെ അവൾ ലയൺ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടത്. അവനോടൊപ്പം അവളും വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ കാര്യമില്ല എന്ന് പറഞ്ഞ് ഹീറോ പോകുമ്പോൾ അവൾ സമ്മതിക്കൊന്നുമില്ല. അവസാനം ഹീറോ അവളെ കൂട്ടിയിട്ടാകും പോയത്. അവിടെ എത്തിയതും കണി കണ്ടത് മെങ്ങിനാകും. ഹീറോയെ കണ്ട മെങ്ങ് അവളുടെ ഭർത്താവ് ആവാൻ പോകുന്നവനാണെന്ന് പോലും പരിഗണിക്കാതെ അവളെ തട്ടിമാറ്റി 4 വർഷം മുമ്പ് ഹീറോയ്ക്ക് തയ്യാറാക്കിയ ജേഴ്സി സമ്മാനമായി കൊടുത്തു. ഹീറോയിൻ അവളെ വെറുപ്പിക്കുമ്പോൾ മെങ്ങ് പറയുന്നത്, നീ സാമുവിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നിനക്ക് ഖേദിക്കേണ്ടി വരും. അപ്പോഴേക്കും മെങ്ങിൻ്റെ അച്ഛൻ വന്ന് ഹീറോയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നിയാനെ കാണുമ്പോൾ എവിടെയോ കണ്ട പരിചയം അയാൾക്ക് തോന്നുകയാണ്. അപ്പോൾ ഹീറോ, നിങ്ങളുടെ കുടുംബ സ്വത്ത് എല്ലാം പോയതല്ലേ, പിന്നെ എങ്ങനെ ഇപ്പോൾ ഈ നിലയിലെത്തി? അത് അവരുടേതായ രീതിയിൽ എല്ലാം പിടിച്ചെടുത്തു എന്ന് പറയുന്നു. അവരെ ഒരു ഗോൾഫിൽ കളിക്കാനായി ക്ഷണിച്ചു. പക്ഷെ മെങ്ങ് പറയുന്നത് ഈ പട്ടിക്കാട്ടിലെ പെണ്ണിന് എന്തറിയാം എന്നാണ് പറയുക. സോ അവൾക്കൊരു പാഠം പഠിപ്പിക്കാനായിട്ട് കളിക്കുന്നിടയിൽ അവളെ നിലത്തി വീഴ്ത്തി. അപ്പോഴാണ് ഹീറോയുടെ മുത്തശ്ശൻ കൊടുത്ത പാരമ്പര്യ വള കണ്ട് ഇത് വിവാഹത്തിന് മുന്നല്ലേ കിട്ടേണ്ടെന്ന് പറഞ്ഞ് അതുമായി പിടിവലിയാകുമ്പോൾ 2 പേരുടെ കയ്യിൽ നിന്ന് അത് വഴുതിപ്പോയി. പൊട്ടാതെ നീയാനാകും അത് പേടിക്കുക. ഇത് കണ്ട ഹീറോ എത്തിയതും അവൾക്ക് മുത്തശ്ശന് സമ്മാനമായി നൽകാൻ ഒരു പുരാതന വസ്തു നേടാൻ വേണ്ടി ഗെയിം കളിക്കാൻ ആഗ്രഹമെന്ന് പറഞ്ഞു. പക്ഷെ ആ വീഴ്ചയിൽ അവൾക്ക് കളിക്കാൻ പറ്റില്ല. സോ ഹീറോ അവൾക്ക് പകരം കളിയിൽ ജയിച്ച് ആ പുരാതന വസ്തു അവൾക്ക് നേടിക്കൊടുത്തു. മെങ്ങിൻ്റെ അച്ഛൻ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതുമ്പോൾ അവൾക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞതിനാൽ ഹീറോ അത് പിന്നീടാകാമെന്ന് പറഞ്ഞു പോയി. മാറിയിരുന്ന അവൾ ആ പുരാതന വസ്തു നോക്കിയിരിക്കുമ്പോൾ ഒരു കപ്പലിൻ്റെ പോസ്റ്റർ കാണുന്നു. അപ്പോൾ അവളുടെ പാരൻസ് അവളുടെ ജന്മദിനത്തിൽ ഇതേ കപ്പൽ സമ്മാനമായി നൽകിയ കാര്യം അവൾ ഓർക്കുകയാണ്. പെട്ടെന്നാകും അവൾക്ക് ബോധം പോയത്. കുറച്ചു നേരം കഴിഞ്ഞ് ബോധം വരുമ്പോൾ മെങ്ങ് നീ എൻ്റെ കയ്യിലുണ്ടായ വളയിട്ടിരിക്കുന്നു. കൂടാതെ അവളുടെ പുരാതന വസ്തു പൊട്ടിച്ചും കളയുകയും ചെയ്തു. എന്നിട്ട് കുറച്ച് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ പറയുകയാണ്. എന്നാൽ നിയാൻ വന്നവരെ അടിയും കൊടുത്തു മെങ്ങിന് കാലും പിടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോയി. ഇത് കണ്ട ചെങ്ങ് നേരെ ഹീറോയോട് പറയാനായി ഓടി. വിവരം പറഞ്ഞ ഹീറോ എത്തുമ്പോൾ മെങ്ങ് നിയാനെ പോതിരി അടിക്കുന്നതാണ് കണ്ടത്. വേഗം നിയാനെ പിടിച്ചു മാറ്റുമ്പോൾ മെങ്ങല്ല കുറ്റം അവളിലാണ് ചാർത്തിയത്. ഹീറോയ്ക്ക് അതൊട്ട് വിശ്വാസമായില്ല. സോ CCTV നോക്കാമെന്ന് പറഞ്ഞപ്പോൾ മെങ്ങ് അതിന് സമ്മതിച്ചില്ല. CCTV ക്യാമറ വർക്ക് ചെയ്യില്ല എന്ന് കള്ളം പറഞ്ഞു. നിയാനും കുഴപ്പമില്ല,
അവളുടെ കൈവശം ഒരു റെക്കോർഡുണ്ടെന്ന് പറഞ്ഞ് കേൾപ്പിച്ചു. നിയാൻ അവളെ എങ്ങനെ അധിക്ഷേപിച്ചെന്നും അവളെ ആൾക്കാരെ കൊണ്ട് മോശമായ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ ആ റെക്കോർഡിൽ വ്യക്തവും കൃത്യമായിട്ട് കേട്ടായിരുന്നു. നിയാൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഹീറോയും അനിയന്മാരെ വെറുതെ വിടില്ല മുത്തശ്ശൻ. സോ ഹീറോ എന്താണ് നിങ്ങൾ ചെയ്തെന്ന് ചോദിച്ച് നിയാന്റെ പക്ഷം പിടിച്ചപ്പോൾ മിങ്ങിന് അതിനൊട്ട് പിടിക്കുന്നില്ല. ഹീറോയും നിങ്ങളുടെ മകളെ കൺട്രോൾ ചെയ്ത് അതാണ് നല്ലതെന്ന് പറഞ്ഞ് നിയാനെ കൊണ്ടുപോകുമ്പോൾ നിയാൻ ഹീറോയോട് നിൽക്കാനായി പറഞ്ഞ് മിങ്ങിന്റെ കയ്യിൽ നിന്ന് അവിടെ വള വാങ്ങിച്ചിട്ട് പോവുകയാണ്. ശേഷം നിയാൻ ഹീറോയോട് അവരോടൊപ്പം പ്രവർത്തിക്കാൻ നിങ്ങൾ ശരിക്കും താല്പര്യമുണ്ടോ? സാലൂൺ കുടുംബത്തിന്റെ സ്വത്തുക്കൾ അവർ മോഷ്ടിച്ചതായിട്ടാണല്ലോ ന്യൂസ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവരുടെ കൈക്ക് നല്ല വേദന കാണും. സോ ഹീറോ പരിക്കേറ്റതിനാൽ ഓഫീസിൽ നിന്ന് ഒരു ദിവസം അവധിയെടുക്കാൻ പറഞ്ഞ് ഹീറോയും അനിയനും പോയി. നിയാൻ ഹാനെ വിളിച്ചു വരുത്തി അവനോടൊപ്പമാകും പോയത്. പക്ഷെ ഇതൊക്കെ ഹീറോയും അനിയനും മാറിയിരുന്ന് കാണുന്നുണ്ടായി. ഇത് കാണുമ്പോൾ രണ്ടുപേർക്കും അവളിലൊരു സംശയം തോന്നിയതിനാൽ ആ കാറിനെ ഫോളോ ചെയ്യുകയാണ്. അവൾ പോകുന്നത് അവളുടെ മുത്തശ്ശൻ്റെ വീട്ടിലാകും. എന്നാൽ അവളെ കൊണ്ടാക്കിയ ഹാൻ പോകുമ്പോൾ ആരോ അവനെ തട്ടിക്കൊണ്ടുപോയി. ഇവിടെ ഇവൾ മുത്തശ്ശനെ കണ്ട് ഞാൻ സാലൂൺ കുടുംബത്തിലെ മകളാണോ എന്ന് മുത്തശ്ശനോട് ചോദിച്ചു. മുത്തശ്ശൻ പറയുന്നത് അവളുടെ സന്തോഷത്തിന് അവളെ മുത്തശ്ശൻ്റെ അടുത്താക്കിയതാണ് പാരൻസ്. അല്ല എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത്? അപ്പോഴാണ് ഹീറോ അവിടെ എത്തുന്നത്. ഹീറോ വരുന്നുണ്ടെന്നറിഞ്ഞ അവൾ അവിടെ ഉണ്ടായൊരു തൊപ്പി തലയിലെടുത്ത് വെച്ച് പോകുമ്പോൾ ഓൾറെഡി ഹാനും അവരുടെ കസ്റ്റഡിയിലായി. അവർ പറയുന്നത് ഇവൻ നിങ്ങളുടെ വീടിന് പുറത്ത് കറങ്ങി നടക്കുന്നുണ്ടായി. അത് കണ്ട് ഞങ്ങൾ അവനെ പിടികൂടിയതാ. നിങ്ങൾക്കിവൻ അറിയുമോ? ഹാൻ നീ എൻ്റെ ഫ്രണ്ടാണെന്ന് മുത്തശ്ശന് നല്ലോണം അറിയാം. പക്ഷെ അറിയില്ലെന്ന് പറഞ്ഞ് പോലീസിൽ ഏൽപ്പിക്കാനായി പറഞ്ഞു. ഇവളും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോയപ്പോൾ ഹീറോ പിടിച്ചു നിർത്തി. ഈ ഗ്രൂപ്പിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ വീട്ടിലെത്തിയാലും നിങ്ങളിപ്പോഴും ഒരു തോട്ടക്കാരൻ്റെ വേഷം കെട്ടി എന്തിനാണ് നടക്കുന്നത്? ഇപ്പോൾ സത്യങ്ങൾ പുറത്തു വന്നതോടെ മുത്തശ്ശൻ ഹീറോയുടെ ക്ഷമ ചോദിച്ചു. അവൾ അങ്ങനെയാണ്, കാര്യമാക്കണ്ട. കുറച്ചു നേരം കഴിയുമ്പോൾ നിയാൻ അവള് റിയൽ ആയിട്ടുള്ള രൂപത്തിലെത്തുന്നു. അതും അതീവ സുന്ദരിയായിട്ട്. നിയാനെ കണ്ട ഹീറോയും അനിയനും ഞെട്ടിപ്പോയി. അവളെ കണ്ട നിമിഷത്തിൽ നിയാനുമായി കുറച്ച് തനിച്ച് സംസാരിക്കണമെന്ന് ഹീറോ പറഞ്ഞു. അപ്പോൾ മുത്തശ്ശൻ നിയാനോട് പോകാനായി പറയുമെങ്കിലും നിയാൻ പോകുന്നില്ല. അവൾ വരാത്ത സ്ഥിതിക്ക് നീ എന്തിനാണ് നിന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചത്? അവൾ പറയുന്നത് ലോങ് കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് നീൽ കുടുംബമായ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഇപ്പോഴും അവൾക്കറിയില്ല. അത് കണ്ടെത്താനായിട്ടാണ്. ആ സമയത്ത് അവൾ സ്ലോങ് കുടുംബത്തിന്റെ കുട്ടിയാണെന്ന് അറിയിക്കാനും കഴിയില്ല. എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് പറയാതിരുന്നത്. സോ മുത്തശ്ശൻ ഹീറോയുടെ ക്ഷമ പറഞ്ഞ് ഇവൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ ബന്ധം ഇവിടെ വെച്ച് വേണ്ടാന്ന് വെച്ചേക്ക്. ഹീറോയുടെ മുത്തശ്ശനോട് ഞാൻ പറഞ്ഞു കൊള്ളാമെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ നിയാൻ പെട്ടെന്ന് അത് പറ്റില്ല, ആദ്യം എൻ്റെ പക്വതയില്ലാതെ എന്ന് പറയാം. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ നിശ്ചയം വരെ കഴിഞ്ഞു. അവൾക്കിപ്പോൾ ഹീറോ പിടിച്ചു തുടങ്ങി. എൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശാൻ കഴിയുന്ന ഓരോരു വ്യക്തി നീൽ കുടുംബത്തിലെ ഇവനാണ്. അതുകൊണ്ട് ഇട്ടിട്ട് പോകില്ലെന്ന് പറഞ്ഞ് ഹീറോയുടെ കഴുത്ത് പിടിച്ച്. ശേഷം ഹീറോ പോകാൻ നേരത്ത് പെട്ടെന്നാകും നിയാന്റെ ട്രോഫി അവിടെ ശ്രദ്ധിക്കുന്നത്. പക്ഷെ അവൻ അത്ര കാര്യമാക്കി എടുത്തില്ല. ശേഷം അവളുടെ റിയൽ ഐഡന്റിറ്റി അറിഞ്ഞ പിന്നെ ഹീറോയ്ക്ക് ചിരിയാണ് വരുന്നത്. അവളും ഹീറോ കണ്ടുപിടിക്കേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ ഈ വൃത്തികെട്ട മേക്കപ്പ് ഇടേണ്ടി വരില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നിയാൻ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കാൻ ഇറങ്ങുന്നത്. കൂടെ ഹീറോയും ഇറങ്ങി. അപ്പോഴേക്കും അവിടേക്ക് മെഗ് വരുന്നു. അവൾ യഥാർത്ഥത്തിൽ സംഭവിച്ചതിന് ക്ഷമ ചോദിക്കാനാണ് വന്നത്. അന്ന് അവൾ അത് മനഃപൂർവ്വം ചെയ്തതല്ല അത്രേ. എന്നാൽ മെഗ് എല്ലാം മനഃപൂർവ്വം ചെയ്തതാണെന്ന് നിയാന് വ്യക്തമാണ്. അധികം അഭിനയിക്കേണ്ട ആവശ്യമെന്ന് പറഞ്ഞ് ഹീറോയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ മെഗ് അവന് ലയൺ ഗ്രൂപ്പിന്റെ പ്രൊജക്ട് കരാർ പേപ്പറുകൾ കൊണ്ടുവന്ന് ഈ പേരിലുള്ള കോർപ്പറേഷൻ റദ്ദാക്കണമെന്ന് പറഞ്ഞു. നിയാൻ ഹീറോയുടെ സെക്രട്ടറി ആണല്ലോ. അവളത് തട്ടിയെടുത്ത് ഞാനൊക്കെ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടു പോയി. ശേഷം ഹീറോയുടെ അനിയൻ അവളോട് മോശമായി പെരുമാറിയതിനൊക്കെ ക്ഷമ ചോദിച്ചു. അവനുമായി നിയാൻ ഇത്രയും കൂട്ടായ സ്ഥിതിക്ക് നിയാൻ അവനോട് ഹീറോയും മെങ്ങും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുകയാണ്. ഹീറോയും മെങ്ങും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ എൻ്റെ സഹോദരന് മെങ്ങിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഒരു ദിവസം ബൈക്ക് റേസിംഗിൽ മെഗ് അവനെ തോൽപ്പിച്ചത്രേ. ഹീറോയുടെ സ്വപ്ന പെൺകുട്ടിയെ കണ്ട സന്തോഷത്തിൽ അവൾ പ്രപ്പോസ് ചെയ്തതിന് അവൾ സമ്മതിച്ചു. പക്ഷെ ഒരു ദിവസം അവൾ ഹീറോയുടെ ബൈക്കിലെന്ന് ചെയ്തതിനാൽ അവളായിരുന്നു ജയിച്ചത്. അത് കണ്ടുപിടിച്ചതോടെ ഹീറോ അവളിൽ നിന്ന് പിരിയാനായി തീരുമാനിച്ചു. എന്നാൽ ഇപ്പോൾ ആരാണ് ഹീറോയുടെ മനസ്സിലെന്ന് ചോദിക്കുമ്പോൾ ബൈക്ക് റൈഡർ ചെയ്ത ആ ലേഡിയാണെന്ന്. അവളെ ഇഷ്ടമാണെങ്കിലും അവൻ അവളുടെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നത് അറിഞ്ഞപ്പോൾ നിയാനൊന്ന് ഞെട്ടി. ഇതൊന്നും അവനോട് പറയുന്നത് എടുത്തു പറഞ്ഞു. അന്നേരം ഹീറോ അവിടെ എത്തി. ഇവർ ഈ സംസാരിച്ചൊന്നും കേട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അസിസ്റ്റന്റ് നിയാന് ഒരു കൊറിയർ കൊണ്ടുവരുന്നു.
ടിയാൻ അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു ബൈക്കിന്റെ മോഡലാകും. ഇത് കണ്ട അനിയൻ ഞെട്ടുകയാണ്. അതിലൊരു റേസിംഗ് മത്സരത്തിലുള്ള ക്ഷണമുണ്ടാകും. അവൾക്ക് റേസിംഗ് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു ദിവസം ഹീറോയ്ക്കൊപ്പം മത്സരിക്കാനായിട്ട് അനിയൻ ചോദിച്ചു. പക്ഷെ അവള് അതിന് സമ്മതിക്കുന്നത് പോലുമില്ല. ഇവള് നേരെ ഹീറോയ്ക്ക് ഇത് കിട്ടിക്കാണുമെന്ന് കരുതി ഓഫീസിലെത്തുമ്പോൾ അവൾക്ക് കിട്ടിയ അതേ ക്ഷണം ഹീറോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അവന് പോകാൻ തന്നെ താല്പര്യമില്ല. ധാരാളം സെലിബ്രിറ്റികൾ വരുന്നുണ്ടെന്ന് നടിച്ചു. പക്ഷെ ഉറപ്പില്ല. പക്ഷെ അവൾക്കാണെങ്കിൽ ഒരിരിക്കെ പോരുന്നില്ല. ഹീറോ പരിപാടിയിൽ വരല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം വന്നാൽ അവൾ ആരാണെന്നുള്ളതറിയും. അപ്പോഴേക്കും അവളെ കാണാനായിട്ട് ചെങ്ങ് വരികയാണ്. വന്നത് വേറൊന്നുമല്ല, അവൻ റേസ് ചാമ്പ്യൻഷിപ്പിന്റെ സംഘടനയിൽ ഒരാളാണ്. സംഘടന സമിതികൾ ഹീറോയെ മത്സരത്തിൽ പങ്കെടുക്കാൻ അവളുടെ സഹായം ചോദിക്കാനാണ് വന്നത്. കൂടാതെ അവൾ സായം കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തനിക്കറിയാമെന്നും സായം കുടുംബത്തിൽ മകളാണ് അവൾ എന്നുള്ളത് ഇപ്പോൾ അവനും അറിയാം. ഇത് പറഞ്ഞ് അടുത്തേക്ക് വരുമ്പോൾ ഇവിടെ ഹീറോ നിയാൻ അന്വേഷിച്ചെത്തുമ്പോൾ അവൾ ചിങ്ങിൻ്റെ കൂടെ പോയെന്നറിയുന്നു. ചിങ്ങും നിയാനും സംസാരിച്ച് നിൽക്കവേ ഹീറോ എത്തി. നീ എന്താ ഇവിടെ വന്നത്? കമ്പനിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് നീ മുത്തശ്ശന് വാക്ക് കൊടുത്തല്ലേ, അതുകൊണ്ട് വാക്ക് മറക്കണ്ട. ചെങ്ങ് പറയുന്നു, ശരി ഞാൻ പോവുകയാണ്. നീ അന്വേഷിക്കുന്നത് എൻ്റെ കയ്യിലുണ്ട്, അത് വേണോ വേണ്ടെന്ന് നിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് ചെങ്ങ് പോയതിനു ശേഷം ഹീറോ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചെന്ന് ചോദിച്ചു. ഹീറോയ്ക്ക് നല്ല അസൂയുണ്ട്, അവനോട് മിണ്ടിയില്ല. ശേഷം ഹീറോ ചങ്ങിനെ കാണാനായി പോയപ്പോൾ അവന് കിട്ടിയ പുതിയ മോഡൽ ബൈക്ക് കാണിച്ചു. ഇതേപോലത്തെ ആണല്ലോ നിയാന് കിട്ടിയത് അവന് ഓർമ്മ വരികയാണ്. അക്കാര്യം ഹീറോയോട് പറയുമ്പോൾ റേസർമാരിൽ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ, ഇനി അവളാണോ എന്ന് ഡൗട്ടി ഇവർക്ക് രണ്ടുപേർക്ക് വരികയാണ്. ഇവിടെ ഇവൾ റേസിംഗിൽ പങ്കെടുത്ത് തീരൂ, കാരണം മുത്തശ്ശൻ അവളുടെ ബാങ്ക് കാർഡ് എടുത്തിരുന്നല്ലോ. ഇപ്പോൾ അവളുടെ കയ്യിൽ നയ പൈസയില്ല. ഹീറോ പോകില്ല എന്നറിയാവുന്നത് കൊണ്ട് അവൾ പോകാനായി തീരുമാനിക്കുന്നു. അപ്പോഴേക്ക് ഹീറോ വന്ന് അവളോട് തന്നിൽ നിന്ന് എന്തെങ്കിലും മറിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ അന്വേഷിക്കുന്ന റേസർ ലേഡി ഞാനാണെന്ന് തീർച്ചയായും കണ്ടെത്തുകയില്ല. സോ ഒന്നുമില്ലെന്ന് പറഞ്ഞ് നാളെ ജോലിക്ക് പോകുന്നില്ല. ഒരു സുഹൃത്തിനെ കാണാൻ പോകുന്ന കാര്യം കേട്ടതും അവന് ഉറപ്പായി അവൻ അന്വേഷിക്കുന്ന ലേഡി ഇവളാണെന്ന്. എന്നിട്ട് ആരോ വിളിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ്. പിന്നീട് എന്ത് സംഭവിച്ചു തരാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നെക്സ്റ്റ് പാട്ട് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.